ക്രിസ്തുമസിൻ്റെ രാഷ്ട്രീയം എന്താണ്? വരുവീൻ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ കൂടുതലായി ക്രിസ്തുമസിനെ രാഷ്ട്രീയത്തിൻ്റെ കൈകൾ പിടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമല്ല, എക്കാലത്തും ഞാൻ ക്രിസ്തുമസിനെ പറ്റി ചിന്തിച്ചപ്പോൾ അതിലൊരു വലിയ രാഷ്ട്രീയമുണ്ടായിരുന്നു. രാഷ്ട്രീയമാണ് അതിൻ്റെ അകത്തെ ഏറ്റവും ശക്തിയേറിയ ഘടകം എന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കൂടുതൽ പ്രബലപ്പെട്ടു വരുന്നു, അത്രമാത്രം. ക്രിസ്തുമസിൻ്റെ രാഷ്ട്രീയത്തെ ആരും പരാമർശിച്ച് നിങ്ങൾ കേട്ടിരിക്കാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം ക്ഷമയോടെ എനിക്ക് പറയാനുള്ളത് കേൾക്കണം, അത് വിശ്ലേഷണം ചെയ്യണം. അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എങ്കിൽ മാത്രം സ്വീകരിക്കണം, ഉത്തമ ബോധ്യത്തിൽ മാത്രം. ഞാൻ ദീർഘനാൾ സാഹിത്യം വായിക്കുകയും പഠിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അല്പം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാനസികമായ പരിശീലനം അതിൻ്റെ ഒരംശത്തിൽ സാഹിത്യമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വേദശാസ്ത്രപരമായ അല്പം പരിശീലനം, എൻ്റെ വായനയിൽ കൂടെ മറ്റ് പല വിജ്ഞാന ശാഖകളിൽ നിന്നും ശേഖരിച്ചെടുത്ത അറിവുകൾ, ഇവയെല്ലാം കൂട്ടി ചേർത്തുകൊണ്ടാണ് ഞാൻ സന്ദർഭങ്ങളെയും സംഭവങ്ങളെയും വ്യക്തികളെയും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോയുടെ ഉള്ളടക്കവും അപ്രകാരമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അല്പം ശ്രദ്ധയോടും ക്ഷമയോടും ഇതിൻ്റെ ഉള്ളടക്കം ശ്രവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സാഹിത്യത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്ന ഈ ചരിത്ര പ്രധാനമായ സംഭവത്തിൽ രണ്ട് പ്രതീകങ്ങൾ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. There are two prominent symbols in the Christmas event. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തുമസിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ രണ്ട് പ്രതീകങ്ങൾ എന്താണ്? ഒന്ന് ഒരു പുൽത്തൊട്ടിലാണ്, രണ്ട് ഒരു സിംഹാസനമാണ്. ഇത് രണ്ടും മനുഷ്യന് ഉപയോഗിക്കാനാണല്ലോ. തൊട്ടിലിൽ ഒരു നവജാത ശിശുവിനെ വയ്ക്കുന്നു, എന്നാൽ രാജാവിൻ്റെ സിംഹാസനത്തിൽ അങ്ങനെയല്ല. ശിശു അല്ലാത്തവന് മാത്രമേ സിംഹാസനത്തിൽ ഇരുന്ന് വിരാജമാനായി മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നത് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ, അതായത് നവജാത ശിശു, പിന്നെ ഒരു രാജ്യത്തെ അടക്കി ഭരിക്കുന്ന രാജാവ്, ഇവർ രണ്ടുപേരെ ഉപയോഗിക്കുന്ന ഉപാധികളായ പുൽത്തൊട്ടിൽ അല്ലെങ്കിൽ സിംഹാസനം, ഇത് രണ്ടും, ഇത് പ്രതീകാത്മകമായി നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടതുപോലെ വ്യക്തമായി പ്രാപിപ്പാൻ സാധിക്കുകയുള്ളൂ. ഈ പുൽത്തൊട്ടിലിൽ കഴിയുന്ന ഉണ്ണിയേശു യേശുവിനെ മാറ്റി നിർത്തി ഒരു ശിശുവിനെ, സാധാരണ ശിശുവിനെ പറഞ്ഞ ശേഷം ഒരു കുഞ്ഞിനെ നാം അതിൻ്റെ തൊട്ടിലിൽ കിടത്തുന്നു. ദ ക്രേഡിൽ ഓഫ് എ ബേബി. അത് ഒരു കണ്ണിൽ കൂടെ നോക്കുമ്പോൾ തികച്ചും നിസ്സഹായതയുടെ പ്രതീകമാണ്. അവിടെ കിടക്കുന്ന കുഞ്ഞിനോട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് തന്നെ പ്രതിരോധിക്കാൻ സെൽഫ് ഡിഫെൻസ് അറിയില്ല, ശത്രു ഏതാണ് എന്നറിയില്ല, ലാഭമെന്ന ആശയം അതിൻ്റെ ഉള്ളിലില്ല, വക്രത എന്താണെന്ന് അറിയില്ല, ഈ ലോകത്തിൻ്റെ നാടകങ്ങളും നടപ്പുമൊന്നും അതിനറിയില്ല. ആ ശിശു യൂണിവേഴ്സാലിറ്റി,
അതായത് സാർവലൗകികതയുടെ ഏറ്റവും ഉദാത്തമായ ഒരു പ്രതീകമാണ്. ആ ശിശുവിനെ നാം മനസ്സിലാക്കുന്നത് ഒറ്റ വാക്കിൽ കൂടെയാണ്: ജീവൻ. ജീവന്റെ ഏറ്റവും സംശുദ്ധമായ ഇഹലോക ആവിഷ്കാരമാണ് ഒരു ശിശു എന്നുള്ളത്. ആ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഏക യാഥാർത്ഥ്യം സ്നേഹം എന്നുള്ളതാണ്. അമ്മയുടെ സ്നേഹം ഏറ്റവും പ്രാഥമികമായി, അതിനോടൊപ്പം തന്നെ അപ്പൻ്റെയും സ്നേഹം, മാതാപിതാക്കന്മാരുടെ സ്നേഹം. ആ സ്നേഹത്തിൽ കേന്ദ്രീകൃതമായ ഒരവസ്ഥയിലാണ് ശിശു ആയിത്തീരുന്നത്. ആ സ്നേഹത്തിൽ കൂടെ മാത്രമേ ലോകത്തോട് പ്രതികരിക്കാൻ ശിശുവിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ കാണാൻ വരുന്ന ആളുകളെ യാതൊരു വിവേചനവുമില്ലാതെ ശിശു, അതായത് കൈക്കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിൽ കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഒരു മാറ്റം വരും, സമ്മതിക്കുന്നു, ലോകത്തോട് പ്രതികരിക്കുന്നു. ഇപ്പോൾ പിറന്നിട്ട് 2 ദിവസം 3 ദിവസം 4 ദിവസം അല്ലെ 10 ദിവസം പ്രായമുള്ള ഒരു ശിശുവിൻ്റെ അടുത്ത് ഒരു RSSകാരൻ വന്ന് നിന്നു, ഒരു മെത്രാൻ വന്ന് നിന്നു, ഒരു ബുദ്ധിരാക്ഷസൻ വന്ന് നിന്നു, ഒരു സാധാരണ വ്യക്തി വന്ന് നിന്നു, ഒരു ഇപ്പം എല്ലാവരെയും വിരട്ടി നിർത്തിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ വന്ന് നിന്നു, ഒരു മുതലാളി വന്ന് നിന്നു, ഒരു തൊഴിലാളി വന്ന് നിന്നു. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യാസങ്ങൾ അപ്രസക്തമാണ്, അതിന് യാതൊരു വിലയുമില്ല. ആ കുഞ്ഞാകപ്പാടെ തിരിച്ചറിയുന്നത് അവിടെ ഒരു മനുഷ്യരൂപമുണ്ട് എന്നത് മാത്രമാണ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ ചേരിതിരിവുകളെയും റദ്ദ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് ഒരു ശിശുവിനുള്ളത് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കണം. മാത്രവുമല്ല, ആ ശിശുവിനെ ലോകത്തിൽ ആരെയും നിയന്ത്രിക്കുകയോ കാൽ കീഴയാക്കുകയോ ചെയ്യണമെന്ന് യാതൊരു താല്പര്യവുമില്ല, അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ആ ശിശുവിനാകപ്പാടെ വേണ്ടത് സ്നേഹമാണ്. ഇതാണ് ഒരു ശിശുവിൻ്റെ അവസ്ഥ. എന്നാൽ രാജാവിൻ്റെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. രാജാവിനെ സംബന്ധിച്ചിടത്തോളം സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചേരിതിരിവ് മാത്രമേ ഉള്ളൂ, പിന്നെ നിയന്ത്രണ ആസക്തി മാത്രമേ ഉള്ളൂ, പിന്നെ അധികാരത്തിൻ്റെ തിരത്തള്ളൽ മാത്രമേ ഉള്ളൂ. എല്ലാവരെയും തുല്യമായി കാണുവാനുള്ള സ്വാതന്ത്ര്യമോ ആന്തരികമായ പക്വതയോ ഒരു രാജാവിനും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അത് കസേരയിൽ കയറിയിരുന്നാൽ സംഭവിക്കുന്ന ഒരു വിഭ്രാന്തിയാണ്. അപ്പോൾ ഇത് രണ്ടും നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 2 അവസ്ഥകളാണ്. ഈ അവസ്ഥകളാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്ന സംഭവത്തിൽ അതിൻ്റെ അർത്ഥതലങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ രൂപീകരിച്ചുകൊണ്ട്, നിരന്തരം രൂപീകരിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഇതാ ഒരു ശിശു പിറന്നിരിക്കുന്നു, അവിടെ ഇതാ ഒരു രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു. പക്ഷേ ഈ ക്രിസ്മസ് എന്ന് പറയുന്ന സംഭവം, അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ആരോടും വൈരാഗ്യമില്ലാത്ത, ഒരു വിധത്തിലും ശക്തിപ്രയോഗത്തിന് കഴിവില്ലാത്ത, എല്ലാവരെയും ഒന്നുപോലെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന, സ്നേഹത്തിൽ കൂടെ മാത്രം ലോകത്തോട് ബന്ധം പുലർത്തുന്ന ഒരു ശിശുവിനെയാണ് ഈ സിംഹാസനത്തിരിക്കുന്ന രാജാവ് ഏറ്റവും ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അത് വളരെ ശ്രദ്ധേയമായി ക്രിസ്തുമസ് എന്ന് പറയുന്ന സംഭവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ബേത്ലഹേമിൽ ഒരു ശിശു പിറന്നു എന്ന വാർത്ത അന്നത്തെ രാജാവായിരുന്ന ഹെരോദിന്റെ പക്കത്തെത്തിയപ്പോൾ അദ്ദേഹം പരിഭ്രമിച്ചു എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ആ ശിശുവിനെ എങ്ങനെയെങ്കിലും കൊന്നൊടുക്കണം, എന്നാൽ മാത്രമേ തൻ്റെ ആധിപത്യം സുസ്ഥിരമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം നിഗമിച്ചു. ആ ദൂതുമായി വന്ന കിഴക്ക് നിന്നുള്ള 3 വിദ്വാൻമാരോട് ഹെരോദാവ് പറഞ്ഞത്, നിങ്ങൾ പോയി ശിശുവിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നെ വന്ന് അറിയിക്കുക, ഞാനും പോയി അവനെ നമസ്കരിക്കേണ്ടതാകുന്നു. അപ്പൊ രാജാവ് നമസ്കരിച്ചാൽ ശിശു ചത്തുപോകും എന്നത് ഇന്നും കേരളത്തിലെ മെത്രാന്മാർക്ക് അറിഞ്ഞുകൂടാ.
എന്നത് വളരെ സങ്കടകരമാണ്. രാജാവ് ആരാധിച്ചാൽ ശിശു ചത്തുപോകും, ശിശു കൊല്ലപ്പെടും എന്നതാണ് സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുമസ് സംഭവത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ചരിത്ര സത്യം. ഇതറിയാതെ ക്രിസ്തുമസ് എന്ന ഈ മഹനീയ സംഭവത്തിൻ്റെ അർത്ഥമോ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമോ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, രാജാവ് ആരാധിച്ചാൽ ശിശു കൊല്ലപ്പെടും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അയോധ്യ എന്നത് ഈ സമയത്തൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നു. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടുതൽ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് സാധ്യതകൾ ഇനിയും അടുത്ത പടി നാം മനസ്സിലാക്കേണ്ടത്, അന്ന് ബേത്ലഹേമിൽ ഒരു ശിശു പിറന്നു വീണു എന്നതും അങ്ങ് യെരുശലേമിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനപ്പുറത്ത് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തയുടെ അടുത്ത പടിയാണ്, ഈ ശിശുവും ഈ രാജാവും മനുഷ്യ സ്വഭാവത്തിൻ്റെ, ഹ്യൂമൻ നേച്ചർ എന്ന് പറയും, മനുഷ്യ സ്വഭാവത്തിൻ്റെ രണ്ട് അനിവാര്യ ഘടകങ്ങളാണ്. നാം മനുഷ്യരാണോ, നമ്മുടെ സ്വഭാവത്തിൽ ഈ രണ്ട് ഘടകങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിലൊരു ശിശുവുണ്ട്, നമ്മുടെ ഉള്ളിൽ കസേര കൊതിക്കുന്ന, രാജാവാകാൻ ഒരു നിവൃത്തിയുമില്ലാതെ ദൂരെ മാറി നിന്ന് വെള്ളം മൂറുന്ന ഒരു കസേര കൊതിയനും ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ശിശു സ്നേഹം താല്പര്യപ്പെടുന്നു, എല്ലാവരെയും അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനുള്ള സ്വാതന്ത്ര്യം മോഹിക്കുന്നു. ചേരിതിരിവുകളെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് സത്യത്തിൽ മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുവാനും അവരോട് നീതി പാലിക്കാനും സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നു. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരാലും സ്നേഹിക്കപ്പെടുവാനും നാം ദാഹിക്കുന്നു. അത് നമ്മുടെ ഉള്ളിലെ ശിശുവാണ്. ആ ശിശു ഇല്ലെങ്കിൽ നാം മനുഷ്യരല്ല. ആ ശിശു ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് മരിച്ച് തിരോധാനം ചെയ്യുന്നില്ല. സിഗ്മണ്ട് ഫ്രോയിഡ്, ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ തലതൊട്ടപ്പനായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്, എല്ലാവരുടെയും ഉള്ളിൽ അമർത്യനായ ഒരു ശിശുവുണ്ട്, an immortal infant dwells within everyone. വളരെ ശരിയാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്, എൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ആരെയും കൊല്ലും, എനിക്ക് വഴി തടസ്സമായിട്ട് നിൽക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല, എനിക്ക് വേണ്ടത് സ്നേഹമല്ല, എനിക്ക് വേണ്ടത് കരുത്താണ്, ആ കരുത്തുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ അടിച്ചമർത്തി എൻ്റെ കാര്യം നേടും, എനിക്ക് അങ്ങനെ ആദർശങ്ങളോടോ മൂല്യങ്ങളോടോ മാനുഷികമായ മൃദുലകളോടോ യാതൊരു ബന്ധവും ആവശ്യമില്ല, അതെനിക്ക് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയുമല്ല, ഞാൻ എൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി എന്തും ചെയ്യും. ഷേക്സ്പിയറുടെ വിഖ്യാതമായ നാടകം മക്ബത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഫോർ മൈ ഓൺ കോസ് എവറിത്തിങ് എൽസ് ഷാൽ ഗിവ് വേ. എൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി ബാക്കി എല്ലാം ഞാൻ നശിപ്പിച്ചു കളയും എന്നാണ് പറയുന്നത്. അത് രാജാവിൻ്റെ സ്വഭാവമാണ്. ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് ഒരു ബന്ധമുണ്ടാക്കേണ്ടത് എന്നതാണ് സാർവലൗകികമായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഉള്ളിൽ ഈ രണ്ട് ഘടകങ്ങളുണ്ട്, പക്ഷെ രണ്ടും രണ്ട് തട്ടിലാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല, ഇവർ അന്യരാണ്. നമ്മുടെ തന്നെ സ്വഭാവത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട അനിവാര്യ ഘടകങ്ങളാണെങ്കിലും ഇവർ തമ്മിൽ അറിയുന്നില്ല. നമ്മുടെ ഉള്ളിൽ രണ്ട് ശത്രുക്കളാണ് വസിക്കുന്നത്. പരസ്പരമായ യാതൊരു വിധത്തിലും അറിവോ അംഗീകാരമോ കൊടുക്കാത്ത രണ്ട് കൂട്ടർ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. നമ്മുടെ സ്വഭാവത്തെ കീറി മുറിച്ചുകൊണ്ട്, ഇപ്പം നിങ്ങളൊരു നല്ല പാത്രം നിലത്തിട്ടു, അത് രണ്ടായിട്ട് പൊട്ടിപ്പോയി. അതുപോലെയാണ് ആ പൊട്ടിപ്പോയ കഷ്ണങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നതാണ് മനുഷ്യൻ്റെ സ്വഭാവം. എന്നാൽ ഇതിനെ ഒന്ന് കൂട്ടിയിണക്കി ഈ രാജാവിൻ്റെ സ്വഭാവത്തിൽ ഈ ശിശുവിൻ്റെ ആ പ്രത്യേകതകൾ ഒന്ന് കൊണ്ട് സ്ഥാപിക്കാമോ എന്നതാണ് ആത്മീയ പ്രബുദ്ധതയുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ചിന്തയും ചോദ്യവും.
ഇത് മനസ്സിലാക്കണം. വാസ്തവത്തിൽ ക്രിസ്തീയ സമൂഹം ഇന്ന് ഭാരതത്തിലെ ഭരണാധികാരികളെ വ്യക്തമായി വിളിച്ചറിയിക്കേണ്ട ഒരു ആധ്യാത്മിക സത്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. ഇത് 2400 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ദ റിപ്പബ്ലിക് എന്ന പുസ്തകം, പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിലും ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. എങ്ങനെയാണ് അധികാരം കൈയാളുന്ന ആളുകൾ അവർ മൂല്യങ്ങളെയും ആദർശങ്ങളെയും മനുഷ്യ സ്നേഹങ്ങളെയും കൈവിടാതെ മനുഷ്യരുടെ ക്ഷേമത്തെ കേന്ദ്രീകരിച്ച് സേവന മനോഭാവത്തോടെ അധികാരത്തിൻ്റെ ഭ്രാന്ത് പിടിക്കാതെ ഒരു സമൂഹത്തിന് നന്മ വരുന്ന വിധത്തിൽ ഭരണം നടത്തുവാൻ സാധിക്കേണ്ടത് എന്നതാണ് പ്ലേറ്റോയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അന്വേഷണം. അതേ അന്വേഷണവും ഈ ക്രിസ്മസ് എന്ന സംഭവത്തിലുണ്ട് എന്നത് എന്തുകൊണ്ടോ ആളുകൾ തിരിച്ചറിയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു അറിവ് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം സുവിശേഷങ്ങളിലെ രേഖകളനുസരിച്ച് യേശു അങ്ങനെ ജനിച്ചത് കൊണ്ട് കിഴക്ക് നിന്ന് വിദ്വാൻമാർ അവനെ കാണാൻ വന്നു എന്ന് പറയുന്നു. അതിലൊരു വലിയ മർമ്മം അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ പരാമർശിക്കപ്പെടാതെ എന്നാൽ ആഘോഷങ്ങളുടെ തിരത്തലിൽ ക്രിസ്മസ് എന്ന ഈ മഹനീയ സംഭവത്തിൻ്റെ തനിമ തിരിച്ചറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കിഴക്ക് നിന്ന് വിദ്വാൻമാർ വരേണ്ട ആവശ്യം? ഇവിടെ ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ ജനിച്ച ഒരു ശിശുവിനെ അങ്ങ് കിഴക്ക് നിന്ന് പറഞ്ഞാൽ പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും ഈ ബേത്ലഹേം പുൽത്തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ക്രിസ്മസ് സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തികച്ചും വിഘടിക്കപ്പെട്ട് ദൂരീകരിക്കപ്പെട്ട് പറിച്ച് മാറ്റി എവിടെയോ കളഞ്ഞുപോയ കഷണങ്ങൾ പെറുക്കിയെടുത്ത് അവയെ കൂട്ടിയിണക്കി പൂർണ്ണതയിലേക്ക് മനുഷ്യൻ്റെ സ്വഭാവത്തെയും അവസ്ഥകളെയും കൊണ്ടുവരാനുള്ള ഒരാത്മീകമായ പ്രസ്ഥാനമാണ്, മുന്നേറ്റമാണ്, അല്ലെങ്കിൽ ദൈവികമായ ഇടപെടലാണ് ക്രിസ്മസ്. പക്ഷെ നാം അങ്ങനെ അറിയുന്നില്ല. ഇത് രാഷ്ട്രീയത്തിലും നിലനിർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഭരണം ഏറ്റെടുക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ അവരുടെ തന്നെ ശിശു, അവരുടെ സ്വഭാവം, അവരുടെ മനുഷ്യത്വത്തിൻ്റെ പരിശുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഘടകം എല്ലാ വ്യക്തികളുടെയും ഉള്ളിലുണ്ട്. ഭരിക്കുന്നവരുടെയും ഭരിക്കപ്പെടുന്നവരുടെയും എല്ലാ ഉള്ളിലുണ്ട്. പക്ഷേ നമുക്ക് ആർക്കും നമ്മുടെ ഉള്ളിലുള്ള ശിശുവിനെ മാനിച്ച് ചിന്തിക്കുവാനോ ഒരു നിലപാടെടുക്കുവാനോ തീരുമാനങ്ങൾ ചെയ്യുവാനോ സാധിക്കുന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഉള്ളിലുള്ള ശിശുവിനെ ഒന്ന് തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റാരും വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതല്ല, നമ്മുടെ വളർച്ചയിൽ കൂടെ സംഭവിച്ച വൈകല്യമാണ്. ആ പ്രക്രിയയിൽ കൂടെ കടന്നു വരുന്ന ആളുകളാണ് ചില രാഷ്ട്രീയമായ സംവിധാനങ്ങളുടെ സഹായത്തോടെ അധികാര കേന്ദ്രങ്ങളിൽ എത്തുന്നവരാണ് ഭരണാധികാരികളാകുന്നത്. അവരുടെ ഉള്ളിൽ ഞാൻ ഈ പറയുന്ന ശിശു എന്ന ഘടകം, ദ ചൈൽഡ് കോഷ്യന്റ്, ഒരു വിധത്തിലും പ്രവർത്തിക്കാനിടയില്ല. തൽഫലമായി ഭരണം ഒരു ഭീകരതയുടെ സ്വഭാവം ആർജിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ വളരെ പ്രതീക്ഷയോടുകൂടെ ആളുകളെ കസേരയിൽ കയറ്റിയിരുത്തും. അന്ന് തൊട്ട് അവന് വിമിഷ്ടമാണ്. അവൻ ഭയന്ന് വേണം നിൽക്കാൻ. മനുഷ്യന് നന്മ ചെയ്യേണ്ട സ്ഥാപനങ്ങൾ അവന് തിന്മ ചെയ്യുന്നു. അങ്ങനെ അനുഭവം അങ്ങനെ തന്നെ ആയിക്കൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഇപ്പം നന്മ ഉണ്ടാകുന്ന പ്രതീക്ഷ പോലുമില്ല എന്ന അവസ്ഥയിൽ നാം ആയിത്തീരുമ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്ന സംഭവത്തിൽ വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. ഇനിയും ഇപ്പോൾ സാന്ദർഭികമായി BJPയുടെ താല്പര്യത്തിൽ ഡിസംബർ 25-ാം തീയതി സൽഭരണ ദിവസമായി ആചരിക്കണമെന്ന് പറയുന്നു. അത് വാജ്പേയിയുടെ ജന്മദിന ആഘോഷം, അത് നല്ല ഭരണം ദിവസമായി ആഘോഷിക്കണം. എന്താണ് സാറേ ഈ സൽഭരണം? ആ സൽഭരണം എന്താണ് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ആവിഷ്കാരമാണ് ക്രിസ്മസ് എന്ന് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല. കാരണം ജനങ്ങൾക്ക് സൽഭരണം പ്രദാനം ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടെ അല്ല ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ സൽഭരണം എന്താണെന്നൊന്ന് പറയട്ടെ. ഇപ്പം നമുക്കറിയാം, നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയത് തന്നെ ഗവൺമെൻറ് ഏറ്റവും കുറച്ചും
എന്നാൽ അതേസമയം ഭരണം ഏറ്റവും വിപുലീകരിച്ചുമായിരിക്കും. ലെസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് മോർ ഓഫ് ഗവേണൻസ്. ലെസ് ഓഫ് ഗവൺമെൻറ് മോർ ഓഫ്. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. കാരണം എന്താണ്? യഥാർത്ഥത്തിൽ സൽഭരണം എന്താണ് എന്ന് സത്യസന്ധമായി അന്വേഷിക്കുവാനുള്ള ധൈര്യം മനസ്സ് ഇല്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. എന്നാൽ അങ്ങനെ ഉള്ളവർ അന്വേഷിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഏറ്റവും ആഴമുള്ള തിരിച്ചറിവുകളുണ്ടാകും. അതായത് സൽഭരണം എന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ശിശുവും സിംഹാസനത്തിരിക്കുന്ന രാജാവും ഒന്നായി തീരുമ്പോൾ മാത്രമേ, ഒരു രാജാവിന് ഒരു ശിശുവിൻ്റെ ഹൃദയം ഉണ്ടാകുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക്, പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാകുകയുള്ളൂ എന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉത്തുംഗ ശ്രേണിയിലിരിക്കുന്ന രാഷ്ട്രീയമായ തിരിച്ചറിവ്. ആ തിരിച്ചറിവിനെ ഏറ്റവും മഹനീയമായി ഉൾക്കൊള്ളുന്ന സംഭവമാണ് ക്രിസ്മസ്. യേശുവിൻ്റെ ജന്മദിനത്തെ വാർഷികമായി ആഘോഷിക്കുന്ന സംഭവം, അതിലടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയം ഇപ്രകാരമാണ് ഈ എളിയവൻ്റെ തിരിച്ചറിവിൽ ഇടം പിടിച്ചിരിക്കുന്നതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏവരുടെയും തുടർന്നുള്ള പരിഗണനയ്ക്കായി ഈ ചിന്തകളെ സവിനയം സമർപ്പിച്ച് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും അർത്ഥവത്തായ ഒരു ക്രിസ്മസ് ആശംസിക്കും.